എത്ര അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. പലപ്പോഴും ആ ഖുർആനിനെ ഇസ്ലാമിക വിരുദ്ധർ അതിനെ വിമർശിക്കുമ്പോഴും അതിനെ കീറുമ്പോഴും കത്തിക്കുമ്പോഴും മറുവശത്ത് ആ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കിയ അന്യമതസ്ഥരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ കെട്ടുകഥയാണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അവഹേളിക്കുമ്പോൾ അവർ ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിലടങ്ങിയിരിക്കുന്ന അത്ഭുതത്തെ മനസ്സിലാക്കി അവർ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അത്തരം കാഴ്ചകൾ ഇസ്ലാമിക വിരോധികൾക്ക് കനത്ത മറുപടിയാണ് നൽകുന്നത്. നോക്കൂ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ പ്രസിദ്ധയായ ഒരു സിനിമാ നടിയാണ് വിജയ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അവർ മനോഹരമായ ഒരു സന്ദേശം ലോകത്തിന് കാഴ്ചവെച്ചു. അവർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞു വച്ചത്. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക വിരോധികൾ നിരന്തരമായി കളിയാക്കുന്ന, പരിഹസിക്കുന്ന, വിമർശിക്കുന്ന ആ ഖുർആനിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ മനോഹരമായ ഒരു അത്ഭുതത്തെയാണ് അവർ ലോകത്തിന് മുന്നിൽ പറഞ്ഞു വച്ചത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പാണ് സുനാമി പ്രളയമുണ്ടായത്. ആ സുനാമി പ്രളയത്തിൽ അവരുടെ വീട്ടിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അവരുടെ വീടിനുള്ളിലേക്ക് ആ സുനാമിയുടെ ഭാഗമായി ഉണ്ടായ ആ വലിയ തിരകളിൽ ഒരുപാട് സാധനങ്ങൾ ആ വീടിനകത്തേക്ക് ഒലിച്ചു വന്നു. അത്തരത്തിൽ ഒലിച്ചു വന്ന ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു പുസ്തകമാണെന്നായിരുന്നു അവർ ആദ്യം കരുതിയിരുന്നത്. നോക്കവർ ആ മാറ്റിവെച്ച സമയത്ത് അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി അവരോട് പറയുകയാണ്, അമ്മ, ഇതൊരു സാധാരണ പുസ്തകമല്ല, ഇത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാണ് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം ആ സഹോദരി ചെയ്ത മനോഹരമായ ഒരു പ്രവർത്തനമുണ്ട്. അതാണ് നാം എല്ലാവരും കാണേണ്ടത്. സകല ഇസ്ലാമിക വിരോധികൾക്കുമുള്ള കനത്തൊരു മറുപടി കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സുനാമി വന്നപ്പോ இந்த குரான் வீட்டுக்கு வந்ததுங்க. எங்கேருந்து வந்ததுன்னு தெரியல, கடல்லேருந்து வந்ததுன்னு நினைக்கிறேன். ஏன்னா கடல்லேருந்து நிறைய ஐட்டம்ஸ் தள்ளப்பட்டு வந்திருக்கு வீட்டுக்குள்ளே சுனாமி டைமில். ஏன்னா இந்த வீட்டில் நாங்கள் கிட்டத்தட்ட 17 வருஷமாக வாழ்ந்துட்டுருக்கோம். அது குரானுன்னு கூட எனக்கு தெரியாது, ஏன்னா முன்ன நான் பார்த்ததில்லை இந்த குரானை. ஸோ வீட்டில் அது ஏதோ ஒரு டைரின்னு சொல்லிட்டு நான் அது தட்டிட்டு ஜன்னலில் போட்டுட்டு இங்கே அங்கே ஓடிட்டு இருந்தோம். சுனாமி அன்னைக்கு ஒரு வாரம் கழித்து தான் சொன்னாங்க இது குரான் அப்படின்னு. எங்கள் வீட்டில் வேலை செய்கிற அம்மா சொன்னாங்க ഇത് ഖുറാൻമാ அப்படின்னு. നമുക്ക് അവരുടെ ആ ഒരു വാക്കുകളിൽ വളരെയധികം ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വിശുദ്ധ ഖുർആനാണെന്ന് അറിയുമ്പോൾ അതവർക്കൊരു പ്രത്യേകമായ ഒരു സന്തോഷം ലഭിക്കുകയാണ്. നമുക്കിവിടെ ഒരു ഇസ്ലാമിക വിരോധികളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിരിക്കും എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ആ വിശുദ്ധ ഖുർആനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണതയായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ നേരെ മറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളെയും, എല്ലാ വിശ്വാസങ്ങളെയും, എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും അതിനെ എടുത്ത് എറിഞ്ഞുകളയാൻ സാധിക്കില്ല. അതിനെ ബഹുമാനിക്കുകയാണ് ചെയ്യുക, അതിനെ ആദരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരിയും അത്തരമൊരു മനോഹരമായ ഒരു പ്രവർത്തനം ചെയ്തത്. നോക്കൂ, എല്ലാ മതങ്ങളെയും, എല്ലാ ദൈവങ്ങളെയും, എല്ലാ ഗ്രന്ഥങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും ഒരുപോലെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥൊരു വിശ്വാസിയായി മാറുന്നത്. അല്ലാതെ മനസ്സിൽ പരസ്പരം വിദ്വേഷവും പകയും കൊണ്ട് നടക്കുന്ന വിശ്വാസി എന്ന് പറയുന്നവർ അവരൊരിക്കലും യഥാർത്ഥൊരു വിശ്വാസിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അവർക്ക് അവരുടെ മതം എന്നുള്ള രീതിയിൽ എല്ലാ മതങ്ങളെയും ആദരിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതോടൊപ്പം മറ്റു മതഗ്രന്ഥങ്ങളെയും ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കണമെന്നും അതോടൊപ്പം നിന്ദിക്കരുത് എന്നും പരിഹസിക്കരുത്, കളിയാക്കരുത് എന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഈ ലോകത്തോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. ആ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ചാണ് പലപ്പോഴും ഇസ്ലാമിക വിരോധികൾ ഇല്ലാത്ത നുണ പ്രചാരണങ്ങളും കള്ളങ്ങളുമൊക്കെ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, സുനാമിയിൽ തൻ്റെ വീട്ടിലേക്ക് ഒലിച്ചു വന്ന ആ പുസ്തകം അത് ഖുർആനാണെന്ന് പിന്നീട് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ആ ഖുർആനോട് കാണിച്ച ആദരവ്, ആ സ്നേഹം എന്താണെന്ന് കാണണ്ടേ, കണ്ടു നോക്കൂ. அப்போதான் இது அவ்வளோ பொக்கிஷமானது, யாருக்கும் கிடைக்காத ஒரு கிஃப்ட் சுனாமி கேவ் மீ அ கிஃப்ட் ஆஃப் குரான் டு திஸ் ஹவுஸ். அதை பத்திரமா நாங்கள் வீட்டுக்கு எதிர்க்க வச்சா நல்லதுன்னு சொன்னாங்க. அதனால் வீட்டுக்கு எதிரில் എൻട്രൻസ്ക്ക് എതിർക്കാ വെച്ചാൽ നല്ലതെന്ന് சொன்னாங்க. அதனால் വീട്ടിലേക്ക് എതിർക്കാ വെച്ചിരിക്കேன். നോക്കി, എത്ര സന്തോഷത്തോടു കൂടിയാണ്, എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. ആ ഖുർആനിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ആദരവും അവരുടെ ആ ഓരോ വാക്കുകളിലും നമുക്ക് കാണുവാൻ കഴിയും. നോക്ക്, അവരുടെ ഭർത്താവ് എയർ ഇന്ത്യയുടെ ഒരു പൈലറ്റാണ്. അത്തരത്തിൽ ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന സമയങ്ങളിൽ അവർ അദ്ദേഹത്തിന് കുറച്ച് ഖുർആനുകളും അതോടൊപ്പം തസ്ബീഹും അതോടൊപ്പം നിസ്കാരപ്പായം ഒക്കെ കൊടുക്കാറുണ്ട്. അതെല്ലാം അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയും ആ വിശുദ്ധ ഖുർആനിൻ്റെ അടുക്കൽ അദ്ദേഹം വളരെയധികം ആദരവോടുകൂടി വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. அதுக்கப்புறம் ஹஸ்பண்ட் ஏர் இந்தியாவில் கேப்டனாக இருந்ததுனால
அவர் வந்து ஹஜ் ஃப்ளைட்ஸ் நிறைய பண்ணும்போது இந்த ஃப்ரீ ஃப்ளைட்ஸ் ஹஜ்ஜுக்கு போகிறவங்களோட ஃப்ளைட்ஸ் பண்ணப்போ யாரோ வந்து இதெல்லாம் கொடுத்தாங்க, இந்த குரான் எல்லாம் கொடுத்தாங்க. இது எப்படி படிக்கணும்னு எனக்கு தெரியாது, ஆனால் குட் எனர்ஜினால் அதை நான் வீட்டில் வச்சுருக்கேன். இது எங்கள் வீட்டுக்காரர் வந்து அந்த குரான் ஓதுகிற அந்த இதை வந்து அவர் வாங்கி வச்சுருக்காரு. குரான் கிட்டே இருந்தால் நல்லா இருக்குமே, இதுவும் அந்த மேட்டும் வாங்கி அவர் வச்சுருக்காரு. இப்போவும் அவரோட ஃப்ளைட்டுக்கு போகும்போது இங்கே விளக்கேற்றிட்டு இங்கே வந்து ഇதை തൊട്ട് കുമ്പിട്ടിട്ട് தான் வெளியில் പോവാർ. നമ്പിക്ക தான் ദൈവം. മാത്രമല്ല ഇതിൽ ഈ സഹോദരി പറഞ്ഞു വെക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേകമായ ഒരു എനർജി ഇവിടെ നിന്നും എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അതേതെങ്കിലും ഒരു മൂലയ്ക്ക് വെക്കാതെ അവരുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ കയറി വരുന്ന മുമ്പിൽ തന്നെ അവർ ആ പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു വിശുദ്ധ ഖുർആനിനെ അവർ മനോഹരമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അതും വെറുതെ അങ്ങനെയൊന്നുമല്ല സൂക്ഷിച്ചിരിക്കുന്നത്, പ്രത്യേകമായ ഒരു ഗ്ലാസ് കൂടിനുള്ളിൽ ഭദ്രമായി ആ വിശുദ്ധ ഖുർആനിനെ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. നമുക്കറിയാം, ആ വിശുദ്ധ ഖുർആനിൻ്റെ പേജുകളൊക്കെ സുനാമിയിലും ആ വെള്ളത്തിലും മറ്റുമൊക്കെ വന്ന സാഹചര്യങ്ങളിൽ അതിനെ കുറച്ചൊക്കെ കീറിപ്പറിഞ്ഞ് മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേപടി അവർ മനോഹരമായി ആ ഒരു ഗ്ലാസ് പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നോക്കി എത്ര മനോഹരമായ ഒരു കാഴ്ചയാണിത്. നോക്കിതാണ് ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാതെ ഹിന്ദുക്കളുടെ അവകാശം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ എപ്പോഴും വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവർ ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിയല്ല. അവർ ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർ മാത്രമാണ്. നോക്കിയിവിടെ ഒരു സഹോദരിയുടെയും അവരുടെ ഭർത്താവിൻ്റെയും മനസ്സിൻ്റെ വിശാലത നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ മനസ്സുകളിൽ മതവർഗീയതയില്ലാത്തതുകൊണ്ടാണ്, മനസ്സിൽ വിദ്വേഷമില്ലാത്തതുകൊണ്ടാണ് ഇത്തരമൊരു മനോഹരമായ ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേ ഇസ്ലാമിക വിരുദ്ധർ ഇപ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെയും ഇസ്ലാമിനെയും ഒക്കെ നിരന്തരമായി കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എത്ര തന്നെ വിമർശിച്ചാലും, എത്ര തന്നെ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് കെട്ടുകഥകൾ പ്രചരിപ്പിച്ചാലും ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും. നോക്കൂ, കാലാകാലങ്ങളായി ഇസ്ലാമിക വിരോധികൾ എത്രയൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു, വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് എന്തൊക്കെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു. പക്ഷേ മറുവശത്താണെങ്കിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതം മനസ്സിലാക്കിക്കൊണ്ട് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആ വിശുദ്ധ ഖുർആനിലെ മനോഹരമായ അത്ഭുതം നിറഞ്ഞ ആ ഓരോ ആയത്തുകൾ കണ്ടുകൊണ്ട് എത്രയെത്ര ഗവേഷകർ, എത്രയെത്ര വൈദ്യശാസ്ത്രജ്ഞർ, എത്രയെത്ര ഡോക്ടർമാർ, എത്രയെത്ര സയൻറ്റിസ്റ്റുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിനെ മോശമായി പറഞ്ഞവരുണ്ട്, വിശുദ്ധ ഖുർആനിനെ കൊടും വിഷമാണെന്ന് പറഞ്ഞവരുണ്ട്, വിശുദ്ധ ഖുർആനിനെ കത്തിച്ചവരും അതിനെ കളിയാക്കിയവരും പരിഹസിച്ചവരുമുണ്ട്. അവസാനം എന്താണ് സംഭവിച്ചത്? അവരെല്ലാവരും ആ വിശുദ്ധ ഖുർആനിൻ്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നോക്കൂ, ശത്രുക്കൾ എത്ര തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞാലും, എത്ര തന്നെ അജണ്ടകൾ പ്രയോഗിച്ചാലും വിശുദ്ധ ഖുർആനിനെ ഇല്ലാതാക്കാൻ ഈ ലോകത്തൊരു ശക്തികൾക്കും സാധ്യമല്ല. അത് കാലാകാലങ്ങളായി നിലനിന്നു പോകും, അതിലൊരു തർക്കവും വേണ്ട. കാരണം ആ ഗ്രന്ഥം വെറുമൊരു ഗ്രന്ഥമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിനെ തകർക്കാൻ, അതിനെ ഇല്ലാതെയാക്കാൻ ഈ ലോകത്ത് ഒരു ശക്തികൾക്കും സാധ്യമല്ല.